بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മളെ ഒത്തുകൂടിയത് സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇസ്ലാമിക മതവിശ്വാസ പ്രകാരവും അല്ലാതെയും ഏതൊരു മനുഷ്യനും മറ്റൊന്നും ആലോചിക്കാതെ ഉടനെ വിശ്വസിക്കുന്ന, പ്രാഥമികമായി തന്നെ ബോധ്യമാകുന്ന, എന്നാൽ ആരും ഇന്ന് വരെ കണ്ടിട്ടുമില്ലാത്ത ഒരു വലിയ പ്രതിഭാസമാണ് ആത്മാവ് എന്നുള്ളത്. റൂഹ് എന്നാണ് അതേക്കുറിച്ച് അറബിയിൽ പറയാം. യഥാർത്ഥത്തിൽ റൂഹ് എന്നതിന് തൽക്കാലം നമ്മൾ പരിചയപ്പെടുന്ന ഒരു പരിഭാഷ അല്ലെങ്കിൽ ഒരു പദമാറ്റ രൂപത്തിലുള്ള എന്തോ ഒരു അർത്ഥ വിശാലത ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് ആത്മാവ് എന്നുള്ളത്. റൂഹിന്റെ യഥാർത്ഥത്തിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള വ്യാഖ്യാനം ആത്മാവ് എന്ന പ്രയോഗത്തിലൂടെ വരുന്നില്ല. കാരണം ഖുർആൻ പറഞ്ഞത് റൂഹ് എന്നത് അത്ഭുതം എന്നാണ്. അതേക്കുറിച്ചുള്ളതായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കലാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. മനുഷ്യന് അതേക്കുറിച്ചുള്ള ബോധ്യപ്പെടാവുന്ന അല്പം ചില കാര്യങ്ങളെ അള്ളാഹു അറിയിച്ചിട്ടുള്ളൂ. നിർജീവമായ ഒരു വസ്തുവിൽ, ഒരു ശരീരത്തിൽ റൂഹ് ഉണ്ടായാൽ അത് ജീവനുള്ളതായി മാറുന്നു. പിന്നെ ജീവന്റെ പ്രവൃത്തി തലങ്ങൾ, ജീവനുള്ള ഒരു ശരീരത്തിൽ നിന്നും, ഒരു ജീവിതത്തിൽ നിന്നും, ഒരു വ്യക്തിയിൽ നിന്നും, ഒരു ജീവിയിൽ നിന്നും ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ, ഇതൊക്കെ സാന്ദർഭികമായി നമുക്ക് അതോടനുബന്ധമായി ആലോചിക്കാവുന്നതാണ്. ഏതായാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റൂഹ് സംബന്ധമായിട്ടുള്ള എല്ലാ അറിവുകളും മനുഷ്യനിൽ അള്ളാഹു എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ ഇസ്രാഇന്റെ 85-ാമത്തെ ആയത്ത്, വയസ്അലൂനക അനി റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതിതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. എത്ര മനോഹരമായ അവതരണമാണ് ഈ ആയത്തിലൂടെ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയോട് റൂഹിനെ കുറിച്ച് ചോദിച്ച് അവർ വരും. അങ്ങയോട് റൂഹിനെ പറ്റി ചോദിച്ച് അവർ വരുമ്പോ അങ്ങ് അവരോട് പറയണം, അർറൂഹു മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് റൂഹ് എന്നുള്ളത്. വമാ ഊതിതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വിജ്ഞാനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വളരെ തുച്ഛമാണ്. അപ്പോൾ റൂഹ് സംബന്ധമായിട്ടുള്ള അറിവുകൾ മനുഷ്യനിൽ വളരെ പരിമിതമായ തോതിലാണ് അള്ളാഹു തആല എത്തിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു വിശാലമായ ചിന്തയും പഠനവും റൂഹിനെ കുറിച്ച് ഉണ്ട്. മഹാന്മാരായ ധാരാളം പണ്ഡിതന്മാർ ഇത് സംബന്ധമായി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു തൈമിയ്യയുടെ പ്രധാന ശിഷ്യനാണല്ലോ അൽ ഹാഫിദ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ വളരെ വിശ്വപ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട്, കിതാബ് റൂഹ്, റൂഹിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥം. അദ്ദേഹത്തിന്റെ ചർച്ച മുഴുവൻ അതാണ്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ വിഷയങ്ങൾ പറയുന്ന, സംഭവങ്ങൾ ഉദ്ധരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ വനഫഖ്തു ഫീഹി മിർ റൂഹി എന്ന് കാണാം. അള്ളാഹു പറയുന്നു, എന്നിൽ നിന്നുള്ള റൂഹിന്റെ അംശമാണ് ആദമിൽ ഊതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ റൂഹ് അള്ളാഹുവിൽ നിന്നാണ്. റൂഹ് കാണിക്കുന്ന അത്ഭുതങ്ങൾ വലുതാണ്. റൂഹിന്റെ അത്ഭുതങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം കാണാം. റൂഹ് മനുഷ്യനിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്ന അവസ്ഥക്കാണ് മരണം എന്ന് പറയുന്നത്. എന്നിട്ട് ആ റൂഹ് തിരിച്ചു വരുന്നുണ്ട്. ഒരു ഖബറാളിയോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ റൂഹ് ആ ശരീരത്തിൽ എത്തി ആ ഖബറാളിയുടെ ആത്മാവിനാൽ അവിടെ മറുപടി കൊടുക്കപ്പെടുന്നുണ്ട്. ഖബറിലെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോ മലക്കുകളോട് മറുപടിയായി ആ ഖബറാളി സംസാരിക്കുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട്. ഒരു ഖബറാളിയെ ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്നും പിരിഞ്ഞു നിന്ന റൂഹ് അവനെ മറവ് ചെയ്തതിന്റെ സമീപ സമയം തന്നെ തിരിച്ച് അള്ളാഹു കൊടുക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലുന്ന സ്വലാത്തും സലാമും ഒക്കെ അവിടുത്തെ പ്രതികരണത്താൽ നമ്മളിൽ അള്ളാഹു തആല അതിന്റെ ഫലം കാണിക്കുന്നുണ്ട്. അത് ഹദീസാണ്. അപ്പോൾ ഒരു മനുഷ്യനിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്ന ആത്മാവ് എന്നത് അവന്റെ മരണാനന്തരം ആ ഖബറിന്റെ കുഴിമാടത്തിന്റെ ഇരുട്ടിൽ പ്രതികരണമുള്ള ഒരു പ്രതിഭാസമായി നിലകൊള്ളുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രശസ്തമായ ഹദീസുകളെ ക്രോഡീകരിച്ചുകൊണ്ട് മഹാന്മാരായ അയിമ്മത്ത് ഇത് സംബന്ധമായി ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള്
മഹാനായ ഇമാം ഗസ്സാലി, അതുപോലെ തന്നെ അൽ ഹാഫിദ് ബിൻ അൽ ഖയ്യിം, ധാരാളം ആളുകൾ ഇത് സംബന്ധമായി ധാരാളം കൃതികൾ സമൂഹത്തിന്, ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തമായ ഒരു ചെറിയ കിതാബ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ കിതാബ് ദുററിൽ ഹിസാൻ ഫിൽ ബഅസ് വനഈമിൽ ജിനാൻ എന്ന ഗ്രന്ഥത്തിന്റെയും ഇമാം ഗസ്സാലിയുടെ മറ്റു പല ഗ്രന്ഥങ്ങളുടെയും ഒരു സംക്ഷിപ്ത രൂപമായി ഇമാം അബ്ദുറഹിം ഇബ്ൻ അഹ്മദ് അൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ദഖായിഖുൽ അഖ്ബാർ ഫി ദിക്രിൽ ജന്നത്തി വന്നാർ എന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആ അധ്യായം അന്ന റൂഹ ബഅദൽ ഖുറൂജി യഅതി ഇലാ ഖബ്രിഹി വ മൻസിലിഹി, റൂഹിന്റെ സഞ്ചാരാണ്. ഒരു സാധാരണ മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് സഞ്ചരിക്കുന്ന വിഷയമാണ് ഇവിടെ പറയുന്നത്. മുഅ്മിനീങ്ങളുടെ അർവാഹ് പരിശുദ്ധ മിഅ്റാജിന്റെ യാത്രയിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബൈത്തുൽ മുഖദ്ദസിന്റെ മനോഹരമായ ജമാഅത്തിൽ പങ്കെടുത്തതായി ഹദീസിലുള്ളതാണ്. അപ്പൊ മുഅ്മിനീങ്ങളുടെ അർവാഹ് സഞ്ചരിക്കുന്നതും വിലപിക്കുന്നതും ഒക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. കേട്ടോളൂ, ഹദീസ് കേട്ടോളൂ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ റൂഹു മിൻ ബദനി ഇബ്നി ആദമ ബമല്ലാ സലാസതു അയ്യാം, ഒരു ശരീരത്തിൽ നിന്നും റൂഹ് പിരിഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പോൾ ആ റൂഹ് അള്ളാഹുവോട് ചോദിക്കും, അള്ളാഹുവേ നീ എനിക്ക് അനുവാദം താ, ഇഅ്ദൻ ലി ഹത്താ അംശിയ വ അൻദുറ ഇലാ ജസദി അല്ലദീ കുന്തു ഫീഹി, ഞാൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഏതൊരു ശരീരത്തെ ആശ്രയിച്ചിട്ടാണോ റൂഹാകുന്ന ഞാൻ കഴിഞ്ഞുകൂടിയത്, ആ ശരീരത്തിലേക്ക് എനിക്ക് തിരിച്ചു പോവാൻ നീ എനിക്കൊരു അവസരം തരുമോ? എനിക്ക് ആ ശരീരത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആ ശരീരം ഖബറിലാണ് ഉള്ളത്. മരണം കഴിഞ്ഞ് ഖബറിൽ മറവ് ചെയ്തിട്ട് 3 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 3-ാം ദിവസം ഈ ആത്മാവ് അള്ളാഹുവിനോട് ചോദിക്കുമത്രേ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അള്ളാഹു അനുവാദം കൊടുക്കും. അങ്ങനെ ഈ റൂഹ് ഈ ഖബറിൽ കിടക്കുന്ന ശരീരത്തെ കാണാൻ വേണ്ടി വരും. വന്നിട്ടോ നിരീക്ഷിക്കും. ഈ റൂഹ് ദൂരെ നിന്നുകൊണ്ടാ നിരീക്ഷിക്കാം. ഫയഅ്ദനുല്ലാഹു ലഹു ഫയജീഉ ഇലാ ഖബ്രിഹി, ആ ശരീരം മറവ് ചെയ്തിരിക്കുന്ന ഖബറിന്റെ സമീപത്തേക്ക് ഈ റൂഹ് ചെല്ലും. ആ സമയത്ത് വയൻദുറു ഇലൈഹി മിൻ ബഈദ്, ഒരുപാട് അകലെ നിന്നാണ് ഈ റൂഹ് ആ ഖബറിൽ കിടക്കുന്ന ശരീരത്തെ നിരീക്ഷിക്കുക. ഒരുപാട് അകലേന്ന് നിരീക്ഷിക്കും. അകലെ നിന്ന് നിരീക്ഷിക്കുമ്പോൾ പടച്ച റബ്ബേ, ഇപ്പോൾ ആ ഖബറിൽ കിടക്കുന്ന ഈ റൂഹ് ഭൂമിയിൽ ജീവിച്ചിരുന്ന താമസിച്ചിരുന്ന ശരീരം ഉണ്ടല്ലോ, ആ ശരീരം ഇപ്പോഴത്തെ അവസ്ഥ ഖസാല മിൻ മൻഖറൈഹി വമിൻ ഫമിഹി ദമുൻ, ഈ റൂഹ് ആ ശരീരം കണ്ട സഹിക്കില്ല. ഈ റൂഹ് ഭൂമിയിൽ ആ ശരീരത്തിന്റെ അകത്തായിരുന്നു. ഇപ്പോൾ ആ ശരീരം 3ന്റെ അന്ന് മൂക്കിൽ നിന്നും അതുപോലെ തന്നെ വായയിൽ നിന്നും ബ്ലഡ് ഒഴുകി, പഴകിയ ബ്ലഡ് ഒഴുകി അതിങ്ങനെ പുറത്തേക്ക് വന്ന രീതിയിൽ ആ ഖബറിൽ ഇപ്പോൾ ആ ശരീരം കിടക്കുന്നത്. ഇത് റൂഹ് അകലേന്ന് കാണും. അവിടെ വെച്ചുകൊണ്ട് ഈ റൂഹ് വാവിട്ട് കരയുമെന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് കരയുന്നത്? കരഞ്ഞിട്ട് പറയുന്നത്, ആവാഹ് യാ ജസദി അൽ മിസ്കീൻ യാ ഹബീബി അത്തദ്കുർ അയ്യാമ ഹയാതക് ഹാദൽ മൻസിലു മൻസിലുൽ വഹ്ശ വൽ ബലാ വൽ കിർബ് വൽ ഹസൻ വൻ നദാമ. ആ റൂഹ് ശരീരത്തിന്റെ മൂക്കിലും വായിലും മലിനമായ രക്തം ഒലിച്ചിറങ്ങിയ ആ കാഴ്ച കണ്ടുകൊണ്ട് ഈ റൂഹ് വിളിച്ചു പറയൂത്രേ, ഓ എന്റെ പ്രിയപ്പെട്ട ശരീരമേ, ഓ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരനെ, എന്തൊരവസ്ഥയാണിത്. നീ ദുനിയാവിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന നമ്മൾ രണ്ടാളും ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ആ കാലത്തെ ഓർക്കുന്നുണ്ടോ? അതായത് റൂഹും ശരീരവും 2ആയി പിരിഞ്ഞിരിക്കുക. ആ കാലങ്ങളൊക്കെ നീ ഓർക്കുന്നുണ്ടോ? എന്തോ ഒരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചത്. നമ്മൾ രണ്ടും 2 വഴിക്കായില്ലേ. ഹാദൽ മൻസിലു മൻസിലുൽ വഹ്ശ, ഇപ്പോൾ നീ അകപ്പെട്ടിരിക്കുന്ന ഈ ഖബറിന്റെ ഇരുട്ട് തിങ്ങിയ ഈ ഇടം, ഇതൊരു ഏകാന്തതയുടെ ഒരു ഒറ്റപ്പെടലിന്റെ ഇടമാണ്. വൻ നദാമ, ഇത് സങ്കടത്തിൻ്റെതാണ്. വൽ ബലാ വൽ കർബ്, ഇത് ഇടങ്ങേറ് മുസീബത്തുകളുടെ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും വൽ ഹസന് വൻ നദാമ, സങ്കടങ്ങളുടെയും മനസ്താപങ്ങളുടെയും ഇടമാണ്. 3-ാം നാള് ഖബറിൽ വെക്കപ്പെട്ട ആ ശരീരത്തെ കാണാൻ വേണ്ടി അള്ളാഹുവിൽ നിന്നും അനുവാദം ചോദിച്ചു വന്ന റൂഹ് ഈ ദയനീയമായ കാഴ്ച കണ്ടുകൊണ്ട് തിരിച്ചു പോകും. ഹബീബാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ 5-ാം ദിവസത്തിൽ കഴിയുമ്പോൾ വീണ്ടും അള്ളാഹുവോട് അനുവാദം ചോദിക്കും. മരണം കഴിഞ്ഞ് മറവ് ചെയ്തിട്ട് 5-ാം ദിവസമാകുമ്പോൾ 5-ാം ദിവസമാകുമ്പോൾ അനുവാദം ചോദിക്കും, പടച്ചോനെ എനിക്ക് അനുവാദം താട്ടെ, ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഭൂമിയിൽ കഴിഞ്ഞുകൂടിയത് ഏതൊരു ശരീരത്തിലാണോ ആ ശരീരം ഇന്ന് ഖബറില. 3ന്റെ ഞാൻ പോയതാ, 5ആയി എനിക്കൊന്ന് പോയി കാണണം.
അള്ളാഹു അനുവാദം കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ റൂഹ് വരും. റൂഹ് വന്നിട്ട് ഒരുപാട് അകലെ നിന്നുകൊണ്ട് ആ ശരീരത്തെ നിരീക്ഷിക്കും. പടച്ചോനെ, അന്ന് മൂക്കിലൂടെയും വായിലൂടെയും മലിനമായ ചീഞ്ഞ രക്തമാണ് വന്നിരുന്നെങ്കിൽ ഇപ്പൊ അതിലും 2 ദിവസം കൂടി കഴിഞ്ഞപ്പോ അവസ്ഥ മോശമായിട്ടുണ്ട്. മൂക്കിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം ഇപ്പോൾ ചലവും ചീഞ്ചലവുമായാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ശരീരത്തിന്റെ ഈ ജീർണിച്ച അവസ്ഥ കണ്ടുകൊണ്ട് അകലെ നിന്നുകൊണ്ട് റൂഹ് വിലാപത്തോടുകൂടെ വിലപിച്ച് കരയും, വിളിച്ചു പറയും, യാ ജസദിയൽ മിസ്കീൻ, ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ, എന്റെ പ്രിയപ്പെട്ട ശരീരമേ, നീ ഓർക്കുന്നോ ഭൂമിയിൽ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ കാലം? ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞ പോലെയുള്ള വാക്കുകളൊക്കെ വീണ്ടും പറയും. ഹദാ മൻസിലുൽ ഗമ്മി വൽ ഹം, നീറുന്ന ചിന്തകളുടെ ഒരു ലോകത്താ ഇപ്പൊ നിന്നെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഖബർ നീറുന്ന ചിന്തകളുടെ ഒരു ലോകമാണ്. മാത്രവുമല്ല, വൽ മിഹനത്തി വദ്ദിദാൻ വൽ അഖാരിബ്, തേളുകളും പുഴുക്കളും നിന്നെ പൊതിയുന്ന ഒരു ലോകത്താണ് നീ ഉള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ആത്മാവിന്റെ ഈ വിളിച്ചു പറയൽ വലിയ അർത്ഥമുള്ളതാ. ഇനി കേട്ടോളൂ, നീ വലിയ ഇടങ്ങേറുകളിലും പ്രയാസങ്ങളിലും ഒക്കെ ആണല്ലോ ഇപ്പോ. നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ മൂക്കിലും വായിലും മാത്രമല്ല ഇപ്പോ ചലം വന്നിരിക്കുന്നത്, നിന്റെ ചെവിയിലൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ ശരീരത്തെയും നിന്റെ തൊലിയെയും പിച്ചി ചീന്തപ്പെട്ടിട്ടുണ്ട്. നിന്റെ ശരീരത്തിലെ തൊലിയെ പിച്ചി ചീന്തപ്പെട്ട് പൊളിക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ അവയവങ്ങൾ അറ്റുപോയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കലത്ത് ദീദാൻ, നിന്നെ ഈ ഖബറിന്റെ അകത്തെ പുഴുക്കൾ തിന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊരവസ്ഥയാ! സങ്കടപ്പെട്ടുകൊണ്ട് ഈ റൂഹ് തിരിച്ച് അള്ളാഹുവിലേക്ക് പോകും. അങ്ങനെ 7-ാം നാളാകുമ്പോൾ വീണ്ടും അനുവാദം ചോദിക്കും, ഒന്ന് ഖബറിൽ പോകണം, അവിടെ മറവ് ചെയ്യപ്പെട്ട എന്റെ ആ ശരീരത്തൊന്ന് കാണണം. അള്ളാഹു അനുവാദം കൊടുക്കും. അങ്ങനെ 3-ാമത്തെ അവസരമാണിത്. 7-ന്റെ അന്ന് വരും. 7-ന്റെ അന്ന് വന്നിട്ട് ഈ ഖബറിന്റെ അകലേന്ന് തന്നെ ഈ ശരീരത്തെ റൂഹ് നിരീക്ഷിക്കും, കാണും. അപ്പോ കഴിഞ്ഞ 2 പ്രാവശ്യം വന്ന പോലെയല്ല, ഇപ്പൊ വല്ലാത്ത അവസ്ഥയാണ് ഖബറിന്റെ അകത്തുള്ളത്. ഇഫ യബ്കി ബുക ശദീദ, വല്ലാതെ അങ്ങോട്ട് കരയും. ഈ റൂഹ് ഒരുപാട് വാവിട്ട് കരയും. കാരണം ഖബറിൽ ഇപ്പോൾ ആ ശരീരത്തിൽ ഒരു സൂചി കുത്താൻ ഇടമില്ലാത്തോണം പുഴുക്കൾ പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥയാ കാണുന്നത്. അപ്പോഴും ചോദിക്കും, ഒരു സുവർണകാലം എനിക്കും നിനക്കും ഒരുമിച്ച് ഭൂമിയിലുണ്ടായത് നിനക്കിപ്പോ ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നല്ലോ, അത് നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ? അങ്ങനെ വിളിച്ചു ചോദിക്കും. അതുപോലെ തന്നെ നീ ഓർക്കുന്നോ അയിന ഔലാദുക്ക, എവിടെയാ നിന്റെ മക്കൾ ഇപ്പോ ഉള്ളത്? അയിന സൗജുക്ക, എവിടെയാ നിന്റെ ഭാര്യ ഇപ്പോ ഉള്ളത്? അതുപോലെ തന്നെ എവിടെയാ നിന്റെ സഹോദരങ്ങൾ ഉള്ളത്? നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. എവിടെയാ നിന്റെ കൂട്ടുകാരുള്ളത്? എവിടെയാ നിന്റെ അയൽവാസികളുള്ളത്? നിന്റെ അയൽവാസികൾക്ക് നിന്നോട് വല്ലാത്ത പ്രിയമായിരുന്നല്ലോ, സ്നേഹമായിരുന്നല്ലോ. റൂഹാകുന്ന ഞാനും ശരീരമാകുന്ന നീയും ഇപ്പൊ ഇവിടെ 2ആയി പിരിഞ്ഞെങ്കിലും അവരിൽ നിന്നും നമ്മൾ ഒരുമിച്ചാണ് യാത്ര പറഞ്ഞു പോകുന്നത്. നമ്മുടെ വേർപാടിൽ അവരിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. അവരൊക്കെ നീ ഓർക്കുന്നോ എന്ന് 7-ാം നാളിൽ വന്നുകൊണ്ട് റൂഹ് ഖബറിലേക്ക് എത്തി നിന്ന് ചോദിക്കും, അല്ലെങ്കിൽ വിലപിക്കും. ആ ജീർണിക്കുന്ന ശരീരത്തിന്റെ അവസ്ഥ കൊണ്ട് സങ്കടപ്പെടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനൊരവസ്ഥ ഒരു ഖബറാളിക്ക് വരും എന്നത് ഒരു പ്രാർത്ഥനയെ നിർബന്ധമാക്കാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ താലോലിച്ചു കൊണ്ടു നടന്ന് നമ്മുടെ ശരീരത്തെ അള്ളാഹു എത്തിക്കാണ്. നമ്മുടെ ആത്മാവ് വിലപിക്കാണ്, വിവേകമുള്ള ആത്മാവ് വിലപിക്കാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ സംജാതമാകാനുണ്ട് എങ്കിൽ തീർച്ചയായും ആ കെടുതിയുടെ കാലങ്ങളിൽ പ്രാർത്ഥന നിർബന്ധമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ അയിമ്മത്ത് ഒരാൾ മരിച്ചാൽ 3-ന്റെ അന്ന്, 5-ന്റെ അന്ന്, 7-ന്റെ അന്നൊക്കെ ദുആകൾ വേണമെന്ന് നിർദ്ദേശിച്ചത് വെറുതെ ഒന്നുമല്ല. ഇസ്ലാമിക കർമ്മശാസ്ത്രമായ വിഷയത്തിൽ കൃത്യമായ നിലപാടുള്ളതാണ്. അതുമല്ല, ആ ദിവസങ്ങളിൽ മരണപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ഹദിയ ചെയ്യലും ദുആ ചെയ്യലും ഒക്കെ നമുക്ക് നിർബന്ധമായ കാര്യവും കൂടിയാണ്. മഹാന്മാരായ ധാരാളം അയിമ്മത്ത് അതേക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ഖത്തം തീർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ മഹാന്മാരായ അയിമ്മത്ത് പ്രധാനമായും പറയുന്നത്, മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഖത്തമുൽ ഖുർആൻ നമ്മൾ ക്രോഡീകരിക്കുന്ന സമയത്തും തീർക്കുന്ന സമയത്തുമൊക്കെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി അത് സമർപ്പിക്കാൻ ഒരു പ്രാർത്ഥനാ സംഗമം വേണമെന്നാണ്. 5, 7, 11, 40 പോലെയുള്ള ദിവസങ്ങളിൽ ഖത്തമുൽ ഖുർആനും അത് ഹദിയ ചെയ്തുകൊണ്ടുള്ള ദുആകളും ഒക്കെ നമ്മുടെ നാടുകളിലുള്ളത് കൃത്യമായ
പണ്ഡിത നിർദ്ദേശവും അയിമ്മത്തിന്റെ ഉപദേശവും ഉള്ളത് കൊണ്ടാണ്. അത് കൃത്യമായ അടിസ്ഥാനമുള്ളതാണ്. ഏതായാലും ഞാൻ സുദീർഘമാക്കുന്നില്ല. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇദാ മാതൽ മുഅ്മിനു ദാറത് റൂഹുഹു ഹൗല ദാരിഹി ശഹ്റ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്മാവ് അയാൾ ജീവിച്ചിരുന്ന വീടിന്റെ പരിസരത്ത് കിടന്ന് 1 മാസത്തോളം നിരന്തരമായി കറങ്ങി നടക്കാം. വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ടായി കറങ്ങി നടക്കുന്നത്. ഗത്യന്തരമില്ലാതെ അള്ളാഹു അനുവാദം കൊടുത്ത ഈ അർവാഹ് ഇങ്ങനെ കറങ്ങി നടക്കും. അങ്ങനെ കറങ്ങി നടന്നുകൊണ്ട് ഈ ആത്മാവ് കറങ്ങി നടന്നുകൊണ്ട് വീടിന്റെ പരിസരത്ത് നിരീക്ഷിക്കും. താൻ ബാക്കി വെച്ചിട്ട് പോയ തന്റെ സമ്പത്ത് അനന്തരാവകാശികൾ എങ്ങനെ വിനിയോഗിക്കുന്നു, താൻ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്, അതെങ്ങനെ അവർ പരിഹരിക്കുന്നു തുടങ്ങുന്ന കാര്യങ്ങൾ ഈ ആത്മാവ് നിരീക്ഷിക്കും എന്ന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇനി കേട്ടോളൂ. ഫഇദാ തമ്മ ലഹു ശഹ്റുൻ റുദ്ദത് ഇലാ ഹുഫ്രതിഹി. ഏകദേശം 1 മാസമൊക്കെ പൂർണ്ണമായി കഴിയുമ്പോൾ ഈ ആത്മാവ് വീണ്ടും ഖബറിലേക്ക് മടക്കപ്പെടും. അങ്ങനെ കുറെ നാൾ ഖബറിൽ കഴിയും, പിന്നെ ഇടക്ക് വരാം. അങ്ങനെ അവസാനം ഏകദേശം 1 വർഷം വരെ ഈ ആത്മാവിന്റെ സഞ്ചാരം വീടിന്റെ പരിസരത്ത്, അതായത് ഒരാൾ മരിച്ചിട്ട് ഒരാണ്ടാവുന്നത് വരെ ആ വീടിന്റെ പരിസരത്ത് ഇത് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 1 വർഷം പൂർണ്ണമായി പ്രധാനപ്പെട്ട രാവുകളിലൊക്കെ ഇത് വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഖബറിൽ കിടക്കുന്ന ആത്മാവിന്റെ ഉടമസ്ഥൻ ജീവിച്ചിരുന്ന വീടിന്റെ പരിസരത്ത് ഇങ്ങനെ നിരീക്ഷിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് ആ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടാകാം. അതിനൊക്കെ സാധ്യതകളും ഹദീസിന്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെതായ ഗൗരവത്തിലുള്ള ഉണർത്തലുകളും മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി കാണാൻ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണല്ലോ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം റൂഹ് ഇറങ്ങി വരുമെന്ന് പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ആ റൂഹ് എന്താണ് എന്നത് വലിയൊരു ചർച്ചയാണ്. ആ ചർച്ചകളോടത്ത് പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. റൂഹ് എന്ന് പറയുന്നത് മഹാനായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്ന് പറയുന്നവരുണ്ട്, ഈസ നബി ആണെന്ന് പറയുന്നവരുണ്ട്. റൂഹ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം മലക്കാണ്. ആയിരക്കണക്കിന് മുഖങ്ങളുള്ള ഒരു പ്രത്യേക മലക്ക്, ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വരുന്ന തസ്ബീഹുകൾ മാത്രം ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു മഹാനായ മലക്ക്, അത് അന്ന് മാത്രം ഇറങ്ങുന്ന മലക്കാണ്. അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളും അത് സംബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അങ്ങനെ പല അഭിപ്രായങ്ങൾ ഉള്ളതിന്റെ കൂടെ തന്നെ ഒരു പ്രധാന അഭിപ്രായമാണ് അന്ന് അർവാഹുൽ മുഅ്മിനിന്റെ റൂഹാണ് അന്ന് ലൈലത്തുൽ ഖദറിന്റെ അന്ന് കുടുംബത്തിലേക്ക് സമീപിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറയുന്ന മഹാന്മാരായ മുഫസ്സിരീങ്ങളുണ്ട്. തഫ്സീർ സാവിയിൽ അത് കാണാം, മറ്റു ധാരാളം ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ഏതായാലും വയുഖാലു അർറൂഹു റൂഹുൽ അഖ്രിബാഇ മിനൽ അംവാതി യഖൂലൂൻ. നമ്മുടെ കൂട്ടുകുടുംബക്കാരായ മരണപ്പെട്ടു പോയ ആളുകളുടെ റൂഹാണ് ഈ പറയപ്പെട്ട ലൈലത്തുൽ ഖദറിൽ വരുമെന്ന് പറയുന്ന റൂഹ്. അത് വന്നുകൊണ്ടോ ആ റൂഹുകൾ, അവരുടെ റൂഹുകൾ വിളിച്ചു പറയും, അല്ലാഹുവേ, ഭൂമിയിലേക്ക് പോവാൻ ഞങ്ങൾക്ക് അനുവാദം തരണം, ഭൂമിയിൽ ഞങ്ങളുടെ ബന്ധുക്കളെ കാണാനും ഞങ്ങളുടെ കൂട്ടുകുടുംബക്കാരെ കാണാനും. ലൈലത്തുൽ ഖദറിന്റെ അന്നത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് നീ അനുവാദം തരണം. അള്ളാഹു അനുവാദം കൊടുക്കും. അങ്ങനെ അവർ ഇറങ്ങി വരും എന്നാണ് പറയപ്പെടാറ്. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ ഉള്ളതാണത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന പ്രധാന സ്വഹാബി ഇത് സംബന്ധമായി ഇതിനോടൊപ്പം മഹാനവറുകൾ ചേർക്കുന്ന കാര്യമുണ്ട്. 7 രാത്രികളിൽ നമ്മുടെ മരണപ്പെട്ടവരുടെ റൂഹ് നമ്മുടെ വീട്ടിൽ വരും. അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി മഹാന്മാരായ പണ്ഡിതന്മാർ ദഖായിഖുൽ അഖ്ബാർ ഫീ ദിക്രിൽ ജന്നത്തി വന്നാർ പോലെയുള്ള കിതാബുകൾ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നമ്മുടെ മരണപ്പെട്ടവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട 7 രാവുകൾ, ഇദാകാന യൗമുൽ ഈദി, പെരുന്നാളിന്റെ രാവ്, ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും രാവ്. ഒന്ന് ചെറിയ പെരുന്നാളിന്റെ രാവ്, അതുപോലെ തന്നെ രണ്ടാമത്തേത് വലിയ പെരുന്നാളിന്റെ രാവ്, വയൗമു ആശ്റ, മൂന്നാമത്തേത് മുഹറം 10ന്റെ രാവ്, വയൗമുൽ ജുമുഅത്തുൽ ഊലാ മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. ഒന്ന് ചെറിയ പെരുന്നാള്, 2 വലിയ പെരുന്നാള്, 3 മുഹറം 10ന്റെ രാവ്,
4 റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, 5-ാമത്തേത് ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ 15-ന്റെ രാവ്, അതായത് ബറാഅത്ത് രാവ്. 6-ാമത്തേത് ലൈലത്തുൽ ഖദ്രി, എന്നാണോ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയപ്പെടുന്നത് ആ രാവ്. 7-ാമത്തേത് ലൈലത്തുൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവും. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. അപ്പൊ ഈ 7 രാവുകൾ ഒന്നുകൂടി പറയാം. ചെറിയ പെരുന്നാളിന്റെ രാവ്, വലിയ പെരുന്നാളിന്റെ രാവ്, മുഹറം 10-ന്റെ രാവ്, അതുപോലെ തന്നെ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, അതുപോലെ തന്നെ ഷഅബാൻ 15-ന്റെ അതായത് ബറാഅത്തിന്റെ രാവ്, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ എന്നാണോ അന്നത്തെ രാവ്, അതുപോലെ തന്നെ സാധാരണ എല്ലാ വെള്ളിയാഴ്ച രാവും. ഇങ്ങനെ 7 രാത്രികളിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ റൂഹ് തഖ്റുജു അർവാഹുൽ അംവാതി മിൻ ഖുബൂരിഹിം, ആ റൂഹുകൾ ഇങ്ങനെ വരും. വയഖിഫൂന അലാ അബ്വാബി ബുയൂതിഹിം, ഭൂമിയിൽ അവർ ജീവിച്ചിരുന്ന അവരുടെ ആ വീടിന്റെ വാതിൽക്കൽ വന്ന് അവർ നിൽക്കും. നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ വാപ്പാടെ റൂഹ് വരും, നമ്മുടെ ഉമ്മാടെ റൂഹ് വരും, നമ്മുടെ ഭാര്യയുടെ റൂഹ് വരും. ഈ പറയപ്പെട്ട 7 രാവിൽ പ്രധാനമായും അവർ വരും. വന്നിട്ടോ അവർ താമസിച്ചിരുന്ന വീടിന്റെ ആ വീട്ടുകാരുള്ള ആ ഭവനത്തിന്റെ കവാടത്തിൽ വന്നുകൊണ്ട് അവർ നോക്കി നിൽക്കും. വയഖൂലൂൻ, അവരവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയും, തറഹമു അലൈനാ ഫി ഹാദിഹിൽ ലൈലത്തുൽ മുബാറക, ഈ അനുഗ്രഹീതമായ രാവിൽ ഞങ്ങളോട് നിങ്ങൾ കരുണ ചെയ്യണേ. ഹൽ മിൻ അഹദിൻ യതറഹമു അലൈനാ, ആരാ ഞങ്ങൾക്ക് കരുണ ചെയ്യാനുള്ളത്? ഹൽ മിൻ അഹദിൻ യദ്കുറു ഗുർബതനാ, ഞങ്ങളുടെ ഏകാന്തതയും ഖബറിന്റെ അകത്തുള്ള പ്രയാസങ്ങളും ആരാണ് അറിയുന്നത്? അതേക്കുറിച്ച് ആരാണ് ഓർക്കുന്നത്? യാമൻ സക്കന ദാറന, ഞാൻ കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കിയ ഈ വീട്ടിൽ താമസിക്കുന്ന എന്റെ ഈ പ്രിയപ്പെട്ട വീട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും അത് ആലോചിക്കാറുണ്ടോ? വയാമൻ നകഹ നിസാഅന, എന്റെ പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത എന്റെ മരുമക്കളാകുന്ന ആണുങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പോയ ശേഷം വിധവയായ എന്റെ ഭാര്യയെ 2ാമത് കല്യാണം കഴിച്ച പുതിയാപ്പിളെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? വയാമൻ നഖാമ ഫി വാസിഇ ഖുസൂരിന, വിശാലമായ ഒരു അകത്തളമുള്ള ഒരു വലിയ വീടാ ഞാൻ നിർമ്മിച്ചിട്ട് പോയത്. അതിലിപ്പോ ഓടിക്കളിക്കുന്ന എല്ലാവരോടും കൂടിയിട്ടാ ചോദിക്കുന്നത്. വനഹ്നുൽ ആൻ ഫി ദീഖി ഖുബൂർ, ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട് ഖബറുണ്ടല്ലോ, അത് ഞെരുക്കത്തിന്റെ ലോക, ഞങ്ങളിപ്പോ അവിടെയാ ഉള്ളത്. വയാമൻ ഖസമ അംവാലന, ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ച ഞങ്ങളുടെ സമ്പത്തിനെ വീതം ചെയ്തെടുത്തവർ ഈ കൂട്ടത്തിലില്ലേ? വയാമൻ ഇസ്തദല്ല ഐതാമന, ഞങ്ങളുടെ വേർപാടിൽ ഞങ്ങളുടെ പാവപ്പെട്ട യതീമായ കൊച്ചുമക്കളെ ഇപ്പോൾ നിസ്സാരമായി പന്ത് തട്ടുന്ന ദാഷ്ട്യം കാണിക്കുന്ന എന്റെ പിൻഗാമികളെ, അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏതായാലും ആ ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ദുനിയാവിന്റെ ആ ഭവനത്തിന്റെ വാതിൽക്ക് വന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മൗത്താക്കൾ ഇങ്ങനെ വിളിച്ചു പറയത്രേ. അവർ ചോദിക്കാണ്, ഞങ്ങളോട് കരുണ ചെയ്തുകൂടെ? എന്താണ് ഈ കരുണ ചെയ്യുക എന്നത്? ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഹദിയ ചെയ്യാൻ കഴിയൂലോ, അത് ചെയ്തുകൂടെ? ഒരു ഹദീസിലുണ്ട് തറഹമു അംവാതകും ബിസ്സദഖതി വൽ ഖുർആൻ, നിങ്ങളുടെ മരണപ്പെട്ടവർക്ക് നിങ്ങൾ സ്വതക്ക കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും കരുണ ചെയ്യണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മരിച്ചുപോയ ആളുകൾ അങ്ങനെ തന്നെ വന്നുകൊണ്ട് ചോദിക്കുക, ഞങ്ങളോട് കരുണ ചെയ്യ്, ഒരു പേജ് ഖുർആൻ ഓതി ഞങ്ങൾക്ക് ഹദിയ ചെയ്യ്, ഒരു യാസീൻ ഓതി ഞങ്ങൾക്ക് ഹദിയ ചെയ്യ്. നമ്മുടെ മരണപ്പെട്ടവർക്ക് ആ വീട്ടിലേക്ക് വരുമ്പോൾ ആ വരുന്ന അന്ന്, വരുമെന്ന് പറയപ്പെടുന്ന അന്നെങ്കിലും പരിശുദ്ധ ഖുർആൻ 20 വട്ടം ഓതിയ പ്രതിഫലം കിട്ടുന്ന ഒരധ്യായമാണ് സൂറത്ത് യാസീൻ. 20 പ്രാവശ്യം ഓതിയ പ്രതിഫലം. ഹദീസിന്റെ ചില റിവായത്തിൽ 20 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ഖത്തം ഓതി എന്ന് പറയുന്ന പ്രതിഫലം കിട്ടുന്നത് ചില റിവായത്തുകളിൽ അതിൽ കൂടുതൽ പ്രതിഫലം പറയുന്നുണ്ട്. 20 ഖത്തം, 20 വട്ടം ഓതിയ കൂലി, പരിശുദ്ധ ഖുർആൻ 20 വട്ടം ഓതിയ കൂലി, 20 ഖത്തം ഓതിയ കൂലി ചില റിവായത്തുകളിൽ അതിൽ കൂടുതൽ പറയുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിഫലമുള്ള ഒരു സൂറത്ത് നമ്മുടെ ഈ പ്രിയപ്പെട്ടവരുടെ റൂഹ് വീട്ടിലേക്ക് വരുന്ന അന്ന് ഓതിയിട്ട് അവർക്ക് ഹദിയ ചെയ്യാവുന്നതാണ്. വെള്ളിയാഴ്ച രാവുകളിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച രാവിലെ ഓതി ഹദിയ ചെയ്യാം, മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സദഖ ചെയ്യാം. ഇതൊക്കെ ഇസ്ലാമിലുള്ളതാ. ആ പഴയ ആളുകൾ അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അബൂദാവൂദ് ഇമാമിന്റെ സുനനിൽ കാണുന്ന ഒരു ഹദീസ്, മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സഅദിന്റെ ഉമ്മ മരണപ്പെട്ടു, സഅദ് വല്ല സദഖം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഈ സഅദ് ഏത് സദഖ നബിയെ ചെയ്യേണ്ടത്? ഏറ്റവും കൂലുള്ള ഒരു സദഖ പറയുമോ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഖയുൽ മാ എന്ന, വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു പോയിട്ട് ഒരു കിണർ കുഴിച്ച് ഉമ്മാന്റെ പേരിൽ അത് വഖഫ് ചെയ്തു.
മഹാനവറുകൾ അത് ദാനമായി കൊടുത്തു, ഹദിയാക്കി എന്നൊക്കെ ഹദീസിലുണ്ട്. ഇമാം അബൂദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. അപ്പൊ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സദഖ ചെയ്യാനും ദാനം ചെയ്യാനും അവരായി വന്ന് ആവശ്യപ്പെടാൻ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് അവരിങ്ങനെ ആവശ്യപ്പെടും. ഇനി കേട്ടോളൂ, അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഏടുകളൊക്കെ ചുരുക്കി വെച്ചിരിക്കാണ്. ഞങ്ങളുടെ ഏടുകൾ, ഞങ്ങൾ നന്മ ചെയ്താൽ അത് രേഖപ്പെടുത്തേണ്ട ഞങ്ങളുടെ ഏടുകളെ ഞങ്ങൾ മരിക്കലോടുകൂടെ അടച്ചു. ഇനി അതിൻ്റെ അകത്തേക്ക് ഒന്നും ഞങ്ങളാൽ രേഖപ്പെടുത്താൻ കഴിയില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ അമലിന്റെ ലോകത്തല്ല ഇപ്പോൾ ഉള്ളത്, ഖബറില. അമല് ചെയ്യാനുള്ള ഒരു ലോകം ഭൂമിയാ, അവിടെ ഇപ്പൊ നിങ്ങളാ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഏട് ഇപ്പോഴും തുറന്നല്ലേ, കിതാബുക്കും മൻസൂർ, നിങ്ങളുടെ ഏടുകൾ ഇപ്പോഴും തുറന്നാ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട അമലുകൾ ചെയ്ത് ഞങ്ങൾക്ക് ഹദിയ ചെയ്യാവുന്നതാണല്ലോ. ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് എവിടെന്നാ ഒരു പ്രതിഫലം കിട്ടാ? അവിടെ വെച്ച് പണിയെടുത്ത പ്രതിഫലം ഉണ്ടാവില്ല. അത് ഭൂമിയിൽ വെച്ച് പ്രതിഫലം നേരത്തെ ഉണ്ടാക്കി വെക്കാൻ കഴിയും. അല്ലെങ്കിൽ ഭൂമിയിലുള്ളവര് ഖബറിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രതിഫലം കിട്ടുന്ന ഹദിയാകൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടോ ഫഇന്നാ മുഹ്താജൂന ഇലൈക്കും അബദ, എത്ര കാലം കഴിഞ്ഞാലും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് ഖബറിൽ കിടക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമുണ്ടേ. അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ സദഖ ചെയ്യണം, നിങ്ങൾ ഹദിയ ചെയ്യണം, ഞങ്ങളുടെ പേരിൽ ദുആ ചെയ്യണം. ഇത് നമ്മുടെ വീടിന്റെ വാതിൽക്ക വന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ വന്ന് പറയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടവർ ഓർക്കണം, എപ്പോഴും ഓർക്കണം, അവർക്ക് വേണ്ടി ഹദിയകൾ ചെയ്യണം. സദഖ കൊടുക്കുന്ന അവസരം കത് സുന്ന, മാതാപിതാക്കൾക്കെന്ന് കരുതൽ നന്ന, അതിനുള്ള പ്രതിഫലം അവരിലേക്ക് എത്തുന്നതാ, ഇവനുള്ളതോ കുറയാതെയും ലഭിക്കുന്നതാ. മഹാനായ താഴ്വ എത്ര രസകരമായിട്ടാ പാടി. അങ്ങനെ ഏതെങ്കിലും വീടിന്റെ വാതിൽക്കൽ ആ മരണപ്പെട്ടു പോയ കാരണവന്മാര് വന്ന്, ബന്ധുമിത്രാദികൾ വന്നിട്ട് ഇങ്ങനെ യാചനയുടെ സ്വരത്തിൽ ചോദിക്കുമ്പോ ആ വീട്ടുകാർ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹദിയ ചെയ്ത് ഒരു അമല് സമർപ്പിക്കുന്നതോടുകൂടെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഫഇൻ വജദൽ മയ്യിതു മിനസ് സദഖത്തി വദ്ദുആ മിൻഹും, ഈ വീടിന്റെ വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട് ഒരു യാചകനെ പോലെ ചോദിച്ച ഈ മയ്യത്തിന് ആ വീട്ടുകാരിൽ നിന്നും വല്ല സ്വദഖയോ ദുആയോ അമലോ ഹദിയായി കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുമ്പോൾ അവർ മടങ്ങും റജഅ ഫറഹം മസ്റൂറ, വലിയ സന്തോഷത്തിലാ തിരിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ വൈലം എജിദ്, ആ വീട് വാതിൽക്കൽ വന്ന് നിന്ന് യാചന പോലെ അമലുകളും ഹദിയാകളും ദുആകളും ഒക്കെ ആവശ്യപ്പെട്ട ആ മയ്യത്തിന് ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ് അത് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മടങ്ങുന്നത് മഹ്സൂനൻ മഹ്റൂമ, വിലക്കപ്പെട്ട രീതിയിൽ, വആയിസൻ മിൻഹും, നിരാശയോടുകൂടെയാണ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതെന്ന് മഹാനായ സയ്യിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന ദുആകൾ, അതുകൊണ്ടാണ് ഇമാം ബൈഹഖിയുടെ ശുഅബിൽ ഒരു ഹദീസുണ്ട്, ജീവിച്ചിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആകൾ ഒരു പർവ്വതത്തിന്റെ വലിപ്പത്തിൽ ആ ഖബറിലേക്ക് എത്താം. ഖബറിൽ കിടക്കുന്ന ആള് കടൽ വെള്ളത്തിന്റെ തിരമാലയുടെ ആഴിയിൽ മുങ്ങിത്താഴുന്നവനെ പോലെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ആരെങ്കിലും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവന്റെ പ്രാർത്ഥനയെ പ്രതീക്ഷിക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന കിട്ടുമ്പോൾ ദുനിയാവിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും അവന് കിട്ടിയാൽ എത്രയാണോ ജീവിച്ചിരുന്ന കാലത്ത് സന്തോഷം ഉണ്ടാവുക, അതിനൊക്കെ അപ്പുറമുള്ള സന്തോഷം ഖൈറും മിനദ് ദുനിയ വമാ ഫിഹ, ഖബറിൽ കിടക്കുന്ന ആൾക്ക് ആ സന്തോഷം കിട്ടുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നമ്മുടെ പ്രിയപ്പെട്ടവർ ഖബറിൽ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ അർവാഹുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ. നമ്മൾ പുതിയ ചിന്താഗതികളുടെ പേരിൽ അതിനെയൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന പരിഷ്കാരങ്ങളിൽ നഷ്ടം സംഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഭാവിയിൽ അത് നമുക്കുമാണ്. അല്ലാഹു തആല അത്തരത്തിലുള്ളതായ വൈകല്യ ചിന്തകളിൽ നിന്നും നമ്മുടെ ചിന്താശക്തിയെ, നമ്മുടെ മനോമുഖരത്തെ, നമ്മുടെ സുഗമമായ മനസ്സിന്റെ ഒഴുക്കിനെ അതിലൊന്നും പെടാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നതിന് അർവാഹുകളുടെ ലോകത്ത് വലിയൊരു ആഹ്ലാദമുണ്ട്. അത് അവർക്ക് കിട്ടാൻ നമ്മുടെ സദഖകളും ഹദിയകളും കൂട്ടുകുടുംബക്കാരോടുള്ള സ്നേഹപ്രകടനങ്ങളും മരണപ്പെട്ടവർക്ക് വേണ്ടി മരണശേഷം പ്രാർത്ഥനകളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ യഥേഷ്ടം ചെയ്തുകൊണ്ടിരിക്കാം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവിനെ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത് രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക. ദുആ വസിയത്ത് ഏൽപ്പിച്ച എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്.
ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും റബ്ബെ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ അമലുകൾക്ക് നീ ഖബൂലിയത്ത് നൽകുക അല്ലാ. ആവശ്യങ്ങളിൽ നീ നിർവഹണത്തിന്റെ എളുപ്പവഴികൾ ചേർത്ത് തരണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, ഞങ്ങളാൽ സഹായം എത്തുന്നവർക്ക് റബ്ബെ ഞങ്ങളെ കൊണ്ടുള്ള ആ തൗഫീഖ് നീ നിലയ്ക്കാത്ത രീതിയിൽ നിലനിർത്തി തരണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ മൗത്താക്കൾക്ക് അർഹതപ്പെട്ട രീതിയിൽ അവരെ പരിഗണിക്കാനുള്ള ഒരു തൗഫീഖ് ഞങ്ങളാൽ നീ നൽകണേ അല്ലാ. അള്ളാഹു അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. രോഗങ്ങളുള്ളവർ, ഒരുപാട് രോഗികൾ പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ആശുപത്രികളിലുള്ളവരുണ്ട്. അള്ളാഹു വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്, മകന്റെ വിസ അടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മകൻ 20 വർഷമാകുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് ആ 20 വർഷം മുമ്പുള്ള അതേ നീറ്റലും അതേ പുകച്ചിലും അതേ വേദനയോടുകൂടെ ഉമ്മ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മൗത്താക്കളുടെ ആണ്ട് ദിവസങ്ങൾ അള്ളാഹുവെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.